ചൂടുകുരു ഉണ്ടല്ലോ, ഇപ്പം നല്ല ചൂട് ടൈമിലൊക്കെ ചൂടുകുരു വന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ചൂടുകുരു മാറ്റി കളയാട്ടോ. അത് നാച്ചുറലായിട്ട് തന്നെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഒക്കെ ആണെങ്കിലും ഒരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് ചൂട് പൗഡർ ഇല്ലാണ്ട് തന്നെ ചൂടുകുരു മാറ്റി കളയാൻ ഈ പേരയുടെ ഇല ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് തേച്ച് ഉരുമി കഴുകി നോക്കട്ടോ. പെട്ടെന്ന് ചൂടുകുരു മാറും. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 10-12ഓളം പേരയുടെ ഇല പറിച്ചെടുക്കുക. ഇനി നമ്മൾ തേങ്ങ ചിരവി എടുക്കുക. തേങ്ങ ചിരവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 തേങ്ങ ഇങ്ങനെ നമ്മൾ 2-3 തേങ്ങയുടെ പൂളിങ്ങനെ കത്തിയുടെ മുന വെച്ചിട്ട് ഒന്ന് അടർത്തി ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്കാണല്ലോ ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2-3 കഷ്ണം തേങ്ങയുടെ പൂളും ഈ തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങയുടെ ഇത് പൂളും അതുപോലെ തന്നെ ഒരു 5-8-10 പേരയുടെ എല്ലാം കൂടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കറക്കിക്കോ. ചെറിയ രീതിയിൽ ഇങ്ങനെ തരിതരിപ്പ് പോലെയുള്ള അതിൻ്റെ ഒരു വെള്ളം നമുക്ക് കിട്ടും. ഇങ്ങനെ കണ്ടില്ലേ, ഇത് അരിക്കണ്ട കേട്ടോ. നമുക്ക് മേലും പുറവും നെറ്റിയിലൊക്കെ തേക്കാനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് നെറ്റിത്തൊക്കെയാണെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങനെ നെറ്റിയുമ്പോൾ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചൂടുകൂരയ്ക്ക് ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പൊക്കോളും. അതുമല്ല കറുത്ത പാടുകളൊന്നും തന്നെ വീഴാണ്ട് തന്നെ അത് പൊക്കോളും. പുറത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ തേച്ച് ഉരുമിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം പുറത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങളത് കഴുകിക്കളഞ്ഞോ കേട്ടോ. ഇനി അടുത്ത ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മൾ ഈ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപ്പം തേങ്ങയുടെ വെള്ളം കിട്ടത്തില്ല. ഈ തേങ്ങയുടെ വെള്ളം നമുക്ക് ചൂടുകുരു പോകാനായിട്ട് നല്ലതാണ്ടോ. ഈ തേങ്ങയുടെ വെള്ളം നല്ലതാണ്, തേങ്ങാപ്പാലും നല്ലതാണ്. അപ്പോൾ പണ്ടുള്ള കാലത്തുള്ള ആളുകൾ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് കുട്ടികളുടെയൊക്കെ മേത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് ഈ ചൂടുകുരു പോകാനായിട്ട്. അപ്പം ഈ തേങ്ങയുടെ വെള്ളം നിങ്ങൾക്ക് ഇങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ ചൂടുകുരു പെട്ടെന്ന് പോകും കേട്ടോ. 2 ദിവസം കൊണ്ട് നമുക്ക് ചൂടുകുരു നല്ല ആശ്വാസം കിട്ടും, മാറുകയും ചെയ്യും. അപ്പോൾ ഈ തേങ്ങ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇല്ലേ, ഈ അരിപ്പൊടിക്ക് ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് ഫേസിലിട്ട് കൊടുക്കാൻ നല്ലതാണ്. ചില കുട്ടികളുടെയൊക്കെ ഇങ്ങനെ നെറ്റത്ത് നിറച്ചിങ്ങനെ ചൂടുകുരു വന്നേക്കണായിട്ടില്ലേ. നെറ്റത്ത് മാത്രമല്ല, മുഖം കംപ്ലീറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോറായിട്ട് ഇരിക്കുന്നുണ്ടാവും ചൂടുകുരു വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മുഖത്ത് തേച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ അരിപ്പൊടിയും തേങ്ങയുടെ വെള്ളവും ഒരു നുള്ളു മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഫേസിൽ കൂടെ നിറച്ചിങ്ങനെ ചൂടുകുരു വന്നിട്ടുണ്ടെങ്കിൽ ആ ഫേസിൽ കൂടെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുത്ത് മസാജ് ചെയ്തെടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ വന്നേക്കുന്നതാണെങ്കിലും നമ്മുടെ കയ്യിലും പുറത്തൊക്കെ വന്നേക്കുന്ന ചൂടുകുരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലാണ്ട് നമ്മൾ തേങ്ങാപ്പാലിനകത്ത് ഇതുപോലെ തന്നെ ഈ തേങ്ങാപ്പാലിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫേസ് പാക്ക് പോലെ ഫേസിൽ ഇട്ട് കൊടുക്കാം. ചൂടുകുരു മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അതല്ല കയ്യുമ്മ കാലുമ്മയൊക്കെ ഉണ്ടെങ്കിലും പുറത്തൊക്കെ ഉണ്ടെങ്കിലും ഈ തേങ്ങാപ്പാലിനകത്തേക്ക് ഈ അരിപ്പൊടിയും മഞ്ഞളുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കഴുകി കളഞ്ഞാലും ചൂടുകുരു പോകും. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ തേങ്ങാ വെള്ളം മിക്സ് ചെയ്തേക്കുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, മഞ്ഞളും അരിപ്പൊടിയും ചേർത്തേക്കുന്നത്, അത് നമുക്കിപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള എൻ്റെ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഫേസ് പാക്കിൽ നമ്മൾ ഇതുപോലെ തന്നെ തേങ്ങാ വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഫേസിൽ വരുന്ന കുരുക്കൾ മാറാനൊക്കെ ആയിട്ടും നമുക്ക് സ്കിന്നിൽ നല്ലൊരു കൂളിങ് കിട്ടാനായിട്ടും ടാൻ മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സൈഡ് എഫക്റ്റും ഇല്ല, നമുക്ക് പൈസ മുടക്കും ഇല്ലാണ്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തിക്കാം കേട്ടോ. ബൈ.